ലൈംഗിക ശേഷി സ്വയം നിർത്തലാക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്ന അവകാശവാദവുമായി വന്നിരിക്കുകയാണ് ബിഗ് ബോസ് താരവും സിനിമാ നടനും ഒക്കെയായ ഡോക്ടർ രജിത് കുമാർ. ധ്യാനത്തിൽ നിന്നും സ്വയം ആർജിച്ചെടുത്ത കഴിവിലൂടെയാണ് അതിന് സാധിച്ചതെന്നും രജിത് കുമാർ പറയുന്നു. ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തലുണ്ടായത്. രജിത് കുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ശേഷം അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എല്ലാ പ്രവർത്തനവും ചെയ്തു വച്ചിട്ടുണ്ട്. എൻ്റെ പുതിയ സിനിമ നിർമ്മിക്കാൻ പോകുന്ന ഡോക്ടർ ബിജു എബ്രഹാമിൻ്റെ അടുത്ത് പോയി ലൈംഗിക ശേഷി പരിശോധിപ്പിച്ചു. ഞാൻ സ്വയം ആർജിച്ചെടുത്ത ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉത്തേജിക്കാത്ത അവസ്ഥ എന്ന രീതി പരിശോധിപ്പിക്കണമായിരുന്നു. പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത്, ചേട്ടാ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, നിങ്ങൾക്ക് ന്യൂറൽ രീതിയിൽ ലൈംഗിക ശേഷി നിഷ്ക്രിയമായി കഴിഞ്ഞുവെന്നാണ്. അതുകൊണ്ട് ഒരിക്കലും കുട്ടികൾ ജനിക്കാൻ ഇനി സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയില്ല. ഉദ്ദീപനം ഉണ്ടെങ്കിലല്ലേ മറ്റേതെങ്കിലും രീതിയിൽ പേടിക്കേണ്ടതുള്ളൂ. ഞാൻ സ്വന്തമായി തന്നെ എന്നെ ഷണ്ടനാക്കി മാറ്റിക്കഴിഞ്ഞു. അക്കാര്യത്തിൽ അഭിമാനവുമുണ്ട്. ഏറ്റവും കൂടുതൽ ഊർജം പുറത്തു വരുന്നത് സെമനിൽ നിന്നാണ്. ലൈംഗിക ബന്ധത്തിന് ശേഷം ഉണ്ടാകുന്ന ക്ഷീണത്തിന് കാരണവും ഇതാണ്. കൗമാരപ്രായക്കാരിൽ ഈ ഊർജം നിരന്തരം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പുതുതലമുറക്ക് കൗണ്ടില്ലായ്മ എന്ന അവസ്ഥയുണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ഇനിയും ഉണ്ടാകണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മലയാളികൾക്ക് സുപരിചിതനായ രജിത് കുമാർ ബിഗ് ബോസ് മലയാളം സീസൺ 2 ഒരു താരപരിവേഷം കൈവരിക്കുന്നത്. തൻ്റെ അശാസ്ത്രീയ പ്രസ്താവനകളിലൂടെ നേരത്തെ തന്നെ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള രജിത് കുമാർ ബിഗ് ബോസിലൂടെ സ്റ്റാറായി മാറുകയായിരുന്നു. സഹതാരത്തെ കയ്യേറ്റം ചെയ്തതിന് പുറത്താക്കപ്പെട്ട രജിത്തിനെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തിയ ആരാധകരുടെ കൂട്ടം അതിന് തെളിവായിരുന്നു. ബിഗ് ബോസിലേക്ക് പിന്നീട് ചലഞ്ചറായി രജിത് കുമാർ വീണ്ടും തിരികെ വന്നിരുന്നു. ബിഗ് ബോസിന് ശേഷം സിനിമയിലും മറ്റുമൊക്കെയായി സജീവമാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് വീണ്ടും ഒരു വിവാഹം കഴിക്കാത്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണത്. ഒരുപാട് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ എനിക്കുണ്ട്. ഇനിയൊരു സ്ത്രീയെ കൂടെ കൊണ്ടുവന്ന് അതിന് എന്തെങ്കിലും ദോഷം വന്നാൽ വിഷമമാകും. ഒരു തവണ കല്യാണം കഴിച്ചതാണ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ഞാൻ. വീണ്ടും ഒരാളെ കൊണ്ടുവരികയും അതിനെന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ മനപ്രയാസമാകും. അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത്. ഇതാണ് രജിത് കുമാർ പറയുന്നത്. അതിനെ തുടർന്നാണ് താൻ സ്വയം ഷണ്ടനാക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം പറയുന്നത്. തനിക്കിപ്പോൾ ഉദാഹരണ ശേഷിയില്ലെന്ന് തെളിയിക്കാനായി പിറന്ന പടി താൻ ബ്ലൂ ഫിലിം കാണാറുണ്ടെന്നും തൻ്റെ ഒരു രോമം പോലും എഴുന്നേൽക്കില്ലെന്നുമൊക്കെ രജിത് കുമാർ പറയുന്നുണ്ട്. താരത്തിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. രജിത് കുമാറിൻ്റെ ഈ വാക്കുകൾക്ക് രൂക്ഷമായ പരിഹാസമാണ് ലഭിക്കുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊക്കെ സാധാരണയാണെന്നും അതിനായി ധ്യാനത്തിലൂടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കേണ്ട കാര്യമില്ലെന്നുമാണ് ചിലർ പറയുന്നത്. എന്നാൽ ഏതോ പീഡന ആരോപണം ഇദ്ദേഹത്തിൻ്റെ പേരിൽ വരാൻ പോകുന്നുണ്ട്. അതിനുള്ള ഒരു മുൻകൂർ ജാമ്യമാണ് ഈ വെളിപ്പെടുത്തലെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം.